മത്സ്യത്തൊഴിലാളികളെ അപമാനിച്ച മറ്റു വാർത്തകളിലേക്ക്. വയനാട്ടിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നതിൽ ലീഗ് നേതൃത്വത്തിന് അതൃപ്തി. പ്രഖ്യാപനം വൈകുന്നത് വിജയസാധ്യതയെ ബാധിക്കുമെന്ന് വിലയിരുത്തൽ. പാണക്കാട് അല്പസമയത്തിനകം അടിയന്തര നേതൃയോഗം ചേരും. വിവരങ്ങളുമായി സോലിക് ചേരുന്നു. സോലിക്, അതായത് പാണക്കാട് നിർണായകമായ ലീഗിന്റെ നേതൃയോഗം നടക്കുകയാണ്. വയനാട്ടിലെ സീറ്റ് വൈകുന്നതിനെ സംബന്ധിച്ചുള്ള അതൃപ്തി നേരത്തെ തന്നെ ലീഗിന്റെ പ്രാദേശിക നേതാക്കന്മാർ വ്യക്തമാക്കിയതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണോ ലീഗിന്റെ അടിയന്തര യോഗം ഇപ്പോൾ ചേരുന്നത്? സോലിക്. നൃപൻ, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം, വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വത്തിലെ അനിശ്ചിതത്വം UDF-നും വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ മുസ്ലിം ലീഗ് ഇക്കാര്യത്തിൽ നിലപാട് കടുപ്പിച്ചിരുന്നു. സ്ഥാനാർത്ഥിത്വം വേഗത്തിലാക്കണമെന്ന അഭിപ്രായം മുസ്ലിം ലീഗ് നേതാക്കൾക്കിടയിൽ നിന്ന് ഉയർന്നിരുന്നു. ഇതിനിടെയാണ് വയനാട്ടിലെ ജില്ലാ കമ്മിറ്റിയും ഈ ആവശ്യം ലീഗ് നേതൃത്വത്തിൽ ഉന്നയിച്ചത്. സ്ഥാനാർത്ഥിത്വം വൈകുന്നത് പ്രചരണത്തെ ബാധിക്കുന്നുണ്ട്. ഇത് വിജയസാധ്യതയുള്ള മറ്റു മണ്ഡലങ്ങളിലെ സാധ്യതകൾ കൂടി ഇല്ലാതാക്കുമെന്ന വിലയിരുത്തലിലാണ് മുസ്ലിം ലീഗ് നേതൃത്വവും ഉള്ളത്. നിലവിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ അനിശ്ചിതത്വം തുടരുന്ന വടകര മണ്ഡലത്തിലും പ്രചരണത്തിന് ഇപ്പോൾ മുസ്ലിം ലീഗുകാർ മാത്രമാണുള്ളത്. കോൺഗ്രസ് പ്രവർത്തകർ സഹകരിക്കുന്നില്ല എന്നൊരു ആരോപണം ലീഗ് നേതൃത്വത്തിനുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് വയനാട്ടിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വേഗത്തിലാക്കണമെന്ന് ആവശ്യപ്പെടാനാണ് ഇപ്പോൾ പാണക്കാട് ഹൈദരലി തങ്ങളുടെ അധ്യക്ഷതയിൽ യോഗം ചേരുന്നത്. PK കുഞ്ഞാലിക്കുട്ടി, ET മുഹമ്മദ് ബഷീർ, ഡോക്ടർ NK മുനീർ തുടങ്ങി മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നിർബൻ സോലിക്, അതായത് രണ്ട് മണ്ഡലങ്ങളുടെ, ഒന്നാമത് ഈ വയനാടും അതുപോലെ തന്നെ വടകരയും, ഈ രണ്ട് മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. ഈ നേരത്തെ സോലിക്ക് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ ഘട്ടത്തിൽ ഘടകകക്ഷിയായ ലീഗിന്റെ പ്രവർത്തകർ മാത്രമാണ് മണ്ഡലത്തിൽ സജീവമായി നിൽക്കുന്നത്. ഈ ഘട്ടത്തിൽ വിജയസാധ്യത കുറയ്ക്കും എന്നാണ് ലീഗിന്റെ അവകാശവാദം. ലീഗ് ഇത്തരത്തിലുള്ള സമ്മർദ്ദമാണ് UDF നേതാക്കന്മാർക്ക് മുന്നിൽ വയ്ക്കുന്നത്. ഈ ഘട്ടത്തിൽ ലീഗിന്റെ ഈ ഇത്തരത്തിലുള്ള പ്രതിഷേധ സ്വരം, പ്രത്യേകിച്ച് വയനാട് മണ്ഡലത്തിൽ ഏറെ നിർണായകമാണ് ലീഗിന്റെ സ്വാധീനം. ലീഗിനെ പ്രതീക്ഷ അർപ്പിച്ചാണ് കോൺഗ്രസ് തന്നെ ഈ മണ്ഡലത്തിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ലീഗിന്റെ ഈ പ്രതിഷേധം വരും ദിവസങ്ങളിൽ ഇന്നത്തെ നേതൃയോഗത്തിൽ അന്തിമ ശാസനം ലീഗ് നൽകാനുള്ള സാധ്യതയുണ്ടോ? ഇതിന്റെ പ്രതിഷേധം ലീഗ് ഔദ്യോഗികമായി തന്നെ കോൺഗ്രസ് നേതൃത്വത്തെ അറിയിക്കാൻ സാധ്യതയുണ്ടോ? സോലി. വയനാട് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി വരുന്നുവെന്ന വാർത്ത മുസ്ലിം ലീഗ് വലിയ ആവേശത്തോടെയാണ് സ്വീകരിച്ചത്. ഈ വാർത്ത വരുമ്പോൾ മുതിർന്ന നേതാക്കൾ, ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ പാണക്കാട് ഹൈദരലി തങ്ങളെ തന്നെ വിളിച്ച് ഇക്കാര്യം അറിയിക്കുകയായിരുന്നു. തുടർന്ന് ഹൈദരലി തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും ഒരുമിച്ച് വാർത്താ സമ്മേളനം നടത്തി രാഹുൽ ഗാന്ധിയുടെ വരവ് സ്വാഗതം ചെയ്യുകയും ചെയ്തു. എന്നാൽ തുടർന്ന് ഇത് അനിശ്ചിതത്വത്തിലേക്ക് പോവുകയായിരുന്നു. പിന്നീട് ഇത് സംബന്ധിച്ച ഒരു തീരുമാനം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. ഇത് പല ഘട്ടത്തിൽ മുസ്ലിം ലീഗ് നേതാക്കൾ ചർച്ച ചെയ്തു. എന്നാൽ ഇത് ഇപ്പോൾ അനന്തമായി നീണ്ടുപോകുന്നു. ഇനി 4 ദിവസം മാത്രമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ അവശേഷിക്കുന്നത്. ഈ ഘട്ടത്തിൽ കൂടി സ്ഥാനാർത്ഥി നിർണയം വൈകുകയാണ്. പ്രചാരണത്തിന് പോലും കോൺഗ്രസ് പ്രവർത്തകർ ഇറങ്ങാത്ത സാഹചര്യം 2 മണ്ഡലങ്ങളിലും നിലനിൽക്കുന്നു. ഇതാണ് മുസ്ലിം ലീഗ് അടിയന്തര യോഗത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഇത് ഔദ്യോഗികമായി തന്നെ UDF വിളിച്ചു ചേർത്ത ഇക്കാര്യം ഉന്നയിക്കാനാണ് മുസ്ലിം ലീഗ് ആലോചിക്കുന്നത്. UDF നേതാക്കളുമായി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം PK കുഞ്ഞാലിക്കുട്ടി ഫോണിൽ ഇക്കാര്യം സംസാരിച്ചിട്ടുണ്ട്. ഇത് ഒരു ഔദ്യോഗികമായി തന്നെ മുസ്ലിം ലീഗിന്റെ അഭിപ്രായം എന്ന നിലയിൽ UDF വിളിച്ചു ചേർത്ത് ഉന്നയിക്കാനാണ് മുസ്ലിം ലീഗ് ആലോചിക്കുന്നത്. സോലിക്, വിവരങ്ങൾ വ്യക്തമാണ്. പാണക്കാട് ലീഗിന്റെ നേതൃയോഗം ചേരുകയാണ്. വയനാട് സീറ്റിനെ സംബന്ധിച്ചുള്ള പ്രഖ്യാപനം വൈകുന്നതിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്താനാണ് അടിയന്തര യോഗമെന്നാണ് ഇപ്പോൾ സോലിക് മലപ്പുറത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തത്. ഇത് സംബന്ധിച്ച മറ്റൊരു വാർത്തയിലേക്ക്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് സംബന്ധിച്ച തീരുമാനം നീളുന്നു. കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ വിവിധ സ്ഥാനാർത്ഥി പട്ടികകളിലും വയനാട്, വടകര മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടില്ല. ദക്ഷിണേന്ത്യയിൽ മത്സരിക്കണമെന്ന ആവശ്യം ന്യായമാണെന്നും ഇതിൽ ഉടൻ തീരുമാനമുണ്ടാകുമെന്നും കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിരുന്നു. അതിനാൽ തീരുമാനം ഇനിയും നീട്ടില്ലെന്നാണ് നേതാക്കളുടെ പ്രതീക്ഷ. വയനാട് സീറ്റിന്റെ കൂടെ വടകരയിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും നടത്താനാണ് കോൺഗ്രസിന്റെ ആലോചന. അമേഠിയിൽ നിന്നുള്ള NBI തുടരുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി. ദക്ഷിണേന്ത്യയിൽ മത്സരിക്കാനുള്ള ആവശ്യം ന്യായമെന്നും
ഒരു ഹിന്ദി ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞു. ഇതേ നിലപാട് പിന്നീട് വാർത്താ ഏജൻസിയായ PTIക്ക് നൽകിയ അഭിമുഖത്തിലും രാഹുൽ ആവർത്തിച്ചു. എന്നാൽ രണ്ടാമതൊരു മണ്ഡലത്തിൽ മത്സരിക്കുന്നതിൽ രാഹുൽ തീരുമാനം പറഞ്ഞില്ല. ഇതോടെ വയനാട്ടിൽ മത്സരിച്ച് വിജയിച്ചാലും രാഹുൽ മണ്ഡലം നിലനിർത്തില്ലെന്ന് വ്യക്തമായി. രാഹുൽ ഗാന്ധി വയനാട്ടിലോ മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നോ മത്സരിക്കുമോ എന്ന ചോദ്യം സജീവമായി നിലനിൽക്കവെയാണ് താൻ അമേഠിയിൽ നിന്നുള്ള MP ആയി തുടരുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ വ്യക്തമാക്കിയത്. അമേഠി തന്റെ കർമ്മഭൂമിയാണെന്ന് ആവർത്തിച്ചുകൊണ്ടാണ് മണ്ഡലം നിലനിർത്തുമെന്ന് ഒരു ദേശീയ മാധ്യമത്തോട് അദ്ദേഹം വ്യക്തമാക്കിയത്. എന്നാൽ അതേസമയം ദക്ഷിണേന്ത്യയിൽ നിന്ന് മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് മത്സരിക്കണമെന്ന നേതാക്കളുടെ ആവശ്യം ശരിയാണെന്ന് മാത്രമായിരുന്നു രാഹുലിന്റെ പ്രതികരണം. താൻ ദക്ഷിണേന്ത്യയിൽ നിന്ന് മത്സരിക്കണമെന്ന ആവശ്യം ഉയരാൻ കാരണം മോദിയാണ്. ഉത്തരേന്ത്യക്കും ദക്ഷിണേന്ത്യക്കും ഇടയിൽ സ്നേഹത്തിന്റെ പാതയുണ്ടായിരുന്നു. എന്നാൽ കേരളത്തിലും തമിഴ്നാട്ടിലും BJP ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിച്ചു. ദക്ഷിണേന്ത്യയിലെ ജനങ്ങൾ അവരുടെ ഭാഷയും സംസ്കാരവും ഭീഷണി നേരിടുന്നുവെന്ന തോന്നലിലാണ് താൻ അവിടെ മത്സരിക്കണമെന്ന് ആവശ്യപ്പെടുന്നതെന്നും രാഹുൽ പറഞ്ഞു. ഈ ആവശ്യത്തിൽ തീരുമാനമെടുക്കുമെന്നും രാഹുൽ വ്യക്തമാക്കി. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ച് വിജയിച്ചാൽ മണ്ഡലം നിലനിർത്തുമെന്നായിരുന്നു കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ അവകാശവാദം. അമേഠിയാണ് താൻ നിലനിർത്തുകയെന്ന് രാഹുൽ വ്യക്തമാക്കിയതോടെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഇതിനും മറുപടി പറയേണ്ട അവസ്ഥയിലായി. ന്യൂസ് ബ്യൂറോ, ദില്ലി. കടലിന്റെ മക്കളെ അപമാനിച്ച് ശശി തരൂർ MP. മത്സ്യമാർക്കറ്റിലെ മണം തനിക്ക് ഓക്കാനമുണ്ടാക്കുന്നതാണെന്ന് ശശി തരൂരിന്റെ ട്വീറ്റ്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ മത്സ്യമാർക്കറ്റിലെത്തിയ ശേഷമായിരുന്നു തരൂരിന്റെ ട്വീറ്റ്. പ്രളയകാലത്ത് കേരളത്തിന്റെ സൈന്യമായി മാറിയ മത്സ്യത്തൊഴിലാളികളും മത്സ്യം കഴിക്കുന്ന മലയാളികളെയും അപമാനിക്കുന്ന ട്വീറ്റിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. കടലിന്റെ മക്കളെ അപമാനിച്ച് കോൺഗ്രസ് നേതാവും തിരുവനന്തപുരം UDF സ്ഥാനാർത്ഥിയുമായ ശശി തരൂർ നടത്തിയ ട്വിറ്റർ പരാമർശത്തിനെതിരെയാണ് പ്രതിഷേധം വ്യാപകമായത്. പ്രചരണത്തിന്റെ ഭാഗമായി വോട്ടു തേടി മത്സ്യമാർക്കറ്റിലെത്തിയ ശശി തരൂർ തുടർന്ന് ചിത്രം സഹിതം ട്വിറ്ററിൽ നടത്തിയ പരാമർശമാണ് വിവാദമായത്. മീൻമണമേറ്റാൽ ഓക്കാനിക്കുന്ന വെജിറ്റേറിയൻ ബോധമാണ് തനിക്കുള്ളതെന്നും എന്നാൽ ചന്തയിലെ ആരവങ്ങൾ തന്നെ ഉത്സാഹഭരിതനാക്കി എന്നുമാണ് ശശി തരൂർ ട്വിറ്ററിൽ കുറിച്ചത്. ഇതിനെതിരെ മത്സ്യത്തൊഴിലാളി സംഘടനകളും നേതാക്കളും രംഗത്തു വന്നു. തരൂരിന്റെ വാക്കുകൾ പ്രതിഫലിക്കുന്നത് സവർണ ജാതിത്വത്തിന്റെ ജാതിബോധമാണെന്നും മത്സ്യത്തൊഴിലാളികളുടെ ക്ഷമയാണ് അദ്ദേഹത്തെ പരിക്കേൽപ്പിക്കാതെ കാത്തതെന്നും CPIM നേതാവും MLAയുമായ M സ്വരാജ് പ്രതികരിച്ചു. സമൂഹ മാധ്യമങ്ങളിലും ശശി തരൂരിനെതിരെ കടുത്ത വിമർശനമാണ് ഉയരുന്നത്. പ്രളയകാലത്തെ രക്ഷകരെ അപമാനിക്കും വിധമാണ് മത്സ്യഗന്ധി സമൂഹത്തെ MP അഭിമാനിച്ചതെന്നാണ് ഉയരുന്ന വിമർശനം. ശശി തരൂരിന്റെ അഭിപ്രായം തന്നെയാണോ മറ്റു കോൺഗ്രസ് നേതാക്കൾക്കും മത്സ്യത്തൊഴിലാളികളെക്കുറിച്ചുള്ള അഭിപ്രായമെന്ന ചോദ്യവും എന്തായാലും തിരഞ്ഞെടുപ്പ് പ്രചരണം ചൂടുപിടിച്ച ഘട്ടത്തിൽ ശശി തരൂർ നടത്തിയ അഭിപ്രായ പ്രകടനം ചർച്ചയായാൽ തിരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയുണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തരൂരിന്റെ ട്വീറ്റിനെതിരെ കൊച്ചിയിലും പ്രതിഷേധം. തോപ്പുംപടി ബീച്ച് റോഡിൽ ജംഗ്ഷനിൽ മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധം രേഖപ്പെടുത്തി. സോഷ്യൽ മീഡിയയിലൂടെ മത്സ്യത്തൊഴിലാളികളെ അപമാനിച്ച തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ശശി തരൂരിനെതിരെ കൊച്ചിയിലും ശക്തമായ പ്രതിഷേധമാണ് ഉണ്ടായത്. ശശി തരൂർ മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് തോപ്പുംപടിയിലെ ബീച്ച് റോഡിലുള്ള സൗദി കടപ്പുറത്തെ മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധ പ്രകടനം നടത്തി. കേരളത്തിലെ സൈനികരെന്ന് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ച തങ്ങളെ അപമാനിച്ച ശശി തരൂരിനെതിരെയും കോൺഗ്രസിനെതിരെയും ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്ന് അവർ പറഞ്ഞു. പ്രളയമുണ്ടായപ്പോൾ 10,000-കണക്കിന് ജനങ്ങളെ സ്വന്തം നെഞ്ചു കൊടുത്തുകൊണ്ട് രക്ഷപ്പെടുത്തിയപ്പോഴാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് ഇന്ത്യയുടെ അല്ലെങ്കിൽ കേരളത്തിന്റെ അഭിമാനമാണെന്ന് പറഞ്ഞ ഒരു ജനവിഭാഗത്തെയാണ് എനിക്ക് അവരെ കാണുമ്പോൾ ഓക്കാനിക്കുന്നു എന്ന് പറഞ്ഞ് ഛർദ്ദിക്കുന്നു എന്ന് പറഞ്ഞാൽ വളരെ തഴം താന്ന ആ ജനവിഭാഗത്തോട് കാട്ടിയ നിന്ദ്യമായ ഭാഷയാണ്. അതുകൊണ്ട് അദ്ദേഹം പൊതുമാപ്പ് പറയണം. ഇത്തരത്തിലുള്ളൊരു പ്രസ്താവന ഒരു ജനപ്രതിനിധിയുടെ ഭാഗത്തുനിന്ന് വരാൻ പാടില്ലാത്തതാണ്. എന്നുവെച്ചാൽ സാധാരണക്കാരായ ജനങ്ങളുടെ വികാരങ്ങൾ മനസ്സിലാക്കാൻ കഴിയാത്ത MP-മാർ നമ്മുടെ നാട്ടിലുണ്ടെന്നുള്ള തെളിവാണ് ശശി തരൂർ. അറേ സമൂഹത്തോടുള്ള കോൺഗ്രസിന്റെ മനോഭാവത്തിനെതിരെ സമ്മതിദാനാവകാശത്തോടെ പ്രതികരിക്കുമെന്നും അവർ വ്യക്തമാക്കി. ഇത് വലിയ തിരിച്ചടിയായിരിക്കും ശശി തരൂരിന് തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ ലഭിക്കാൻ പോകുന്നു. ശംഖുമുഖം അടക്കമുള്ള മത്സ്യമേഖല ആ പാർലമെന്റ് മണ്ഡലത്തിൽ ഉൾപ്പെട്ടതുകൊണ്ട് തന്നെ ഈ ഒരു വാക്ക് ശശി തരൂരിന്റെ പരാജയത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയിലേക്ക് ഇപ്പോൾ മാറിയിരിക്കുകയാണ് എന്നാണ് ഇത് കാണാൻ. ശശി തരൂരിന്റെ ട്വീറ്റിനെതിരെ വലിയ പ്രതിഷേധമാണ് സംസ്ഥാനത്താകമാനം, പ്രത്യേകിച്ച് മധ്യകേരളത്തിലും തീരദേശ മേഖലയെല്ലാം തന്നെ ഉണ്ടായിരിക്കുന്നത്. ശശി തരൂരിനെതിരെ കൊല്ലത്തും തീരദേശ മേഖലയിൽ പ്രതിഷേധം. പന്തം കൊളുത്തിയായിരുന്നു തീരദേശത്ത് പ്രതിഷേധം പ്രകടനങ്ങൾ സംഘടിപ്പിച്ചത്. മത്സ്യങ്ങൾ ജീവിക്കുന്ന കടലിന്റെ ഓരത്തു നിന്നാണ് വാടി മൂതാക്കര മുതൽ പോർട്ട് കൊല്ലം വരെ പന്തം കൊളുത്തി മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധ പ്രകടനം നടത്തിയത്. പ്രളയകാലത്ത് രക്ഷാപ്രവർത്തനത്തിന് പോയ മത്സ്യത്തൊഴിലാളികളാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്.
മത്സ്യഗന്ധമുള്ള തൊഴിലാളികളുടെ വോട്ട് മാത്രം ശശി തരൂരിന് എന്തിനെന്നും UDF കേരളത്തിലെ സൈന്യത്തോട് മാപ്പ് പറയണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. ഏറ്റവുമായി തീരപ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളെ മൊത്തം അവഗണിച്ച ഒരു രീതിയാണ് ഈ MP പറഞ്ഞത്. ഇത് കോൺഗ്രസിന്റെ നയങ്ങൾക്കൊരു രീതിയാണ് മുന്നോട്ട് പോകുന്നത്. മത്സ്യത്തൊഴിലാളികളുമായിട്ട് യോജിച്ചൊരു വിഷയമില്ല ഇത് പറയുന്നത്. തീരപ്രദേശത്തെ എല്ലാ മത്സ്യത്തൊഴിലാളികളെയും ഒരു പ്രത്യേകിച്ച് ധിക്കരിച്ചൊരു സംസാരമാണ് ശശി തരൂർ MP പറഞ്ഞിരിക്കുന്നത്. പ്രളയത്തിൽ വന്ന് എല്ലാവരും രക്ഷപ്പെട്ടു പോയപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി പിൻസല്യൂട്ട് കൊടുത്തതാണ് സൈന്യം എന്ന് പറഞ്ഞിട്ട്. ആ സൈന്യത്തെയാണ് ഇപ്പം മോശമായ രീതിയിൽ ചിത്രീകരിച്ച് അവമാനിച്ചിരിക്കുന്നത്. മത്സ്യം പിടിക്കുന്നതിലും വിൽക്കുന്നതിലും ഇതര സമുദായത്തിൽപ്പെട്ടവരുമുണ്ടെന്ന് കോൺഗ്രസ് നേതാവ് ശശി തരൂർ മനസ്സിലാക്കണമെന്ന് മത്സ്യത്തൊഴിലാളികൾ ചൂണ്ടിക്കാട്ടി. പ്രളയകാലത്ത് കേരളത്തിലെ UDF MPമാരെ എവിടെയും കണ്ടില്ലെന്ന് മത്സ്യത്തൊഴിലാളികൾ കുറ്റപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ശശി തരൂർ അപമാനിച്ചതിൽ കോഴിക്കോടും മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധം. ജോഷില തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കടലിന്റെ മക്കളെ അപമാനിച്ച ശശി തരൂരിന്റെ പ്രസ്താവനയിൽ കോഴിക്കോട്ടെ കടൽ തീരത്തെ ജനങ്ങളും പ്രതിഷേധിക്കുകയാണ്. നമുക്ക് അവരോട് തന്നെ നേരിട്ട് ചോദിക്കാം, എന്താണ് പറയാനുള്ളത് ശശി തരൂരിന്റെ പ്രസ്താവനയിൽ? മത്സ്യത്തൊഴിലാളി അപമാനിച്ചതിൽ സൈന്യ എന്ന് പറഞ്ഞ ആ സമൂഹത്തെ അപമാനിച്ച ശശി തരൂരിനെ പോലത്തെ പാർലമെന്റ് മെമ്പർമാരെ കേരളത്തിൽ നിന്ന് ആവശ്യമില്ല എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരും എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. ഇനിയുള്ള ദിവസങ്ങളിൽ ഇതിന്റെ ഭാഗമായിട്ട് വളരെ വലിയ പ്രതിഷേധം ഉയർന്നു വരും തന്നെ ഞാൻ പറയാനുള്ളത്. കാരണം ഇത്രയും ജീവൻ പണയം വെച്ച് ഇവിടെയുള്ള ജനങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി മെനക്കെട്ട മത്സ്യത്തൊഴിലാളികളെ അപമാനിച്ചതിന്റെ പേരിൽ ജാതിയും മതവും ഗുണവും നിറവൊന്നും നോക്കാതെ ഈ പ്രളയമുള്ള സമയത്ത് എല്ലാവരും ജീവൻ രക്ഷപ്പെടുത്തിയതാണ് മത്സ്യത്തൊഴിലാളികൾ. ഈ ഒരു മത്സ്യത്തൊഴിലാളിനെ കേരള ഗവൺമെൻറ് കേരളത്തിൻ്റെ സൈന്യമായിട്ട് അംഗീകരിച്ചു. പക്ഷേ ആ സൈന്യത്തെ ഒന്നായിട്ട് അപമാനിക്കുന്നൊരു പ്രസ്താവനയാണെന്ന് ശശി തരൂർ എടുത്തത്. ഈ മത്സ്യത്തൊഴിലാളികളെ മൊത്തം ചവിട്ടിത്തേക്കുന്ന ഒരു പ്രസ്താവനയും കൊണ്ട് ഇങ്ങനത്തെ പ്രതിനിധി ഈ കേരളത്തിന് വേണോ വേണ്ടോ എന്നുള്ളത് ജനങ്ങൾ തീരുമാനിക്കണം. ശശി തരൂർ എന്ന് പറഞ്ഞ വ്യക്തി അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. എന്നുവെച്ചാൽ പ്രളയം വന്നതിന് ശേഷം നമ്മൾ ജാതി മതം നോക്കാതെയായിരുന്നു നമ്മളെ ആങ്ങളമാരായാലും ഭർത്താക്കന്മാരൊക്കെ പ്രളയത്തിൽ രക്ഷിക്കാനുണ്ടായിരുന്നത്. കടലോര മേഖലയിൽ അത്രയും അധ്വാനിച്ചിട്ട് പോയതാണ്. അപ്പോൾ അത് എന്താ പറയുക, എനിക്ക് ആ പറഞ്ഞതുകൊണ്ട് ഭയങ്കര മറ്റൊരു വേദന നമുക്ക് ഈ നാട്ടിൽ ഉണ്ടായി. ഒരു മാപ്പ് പറയണമെന്നുള്ള. ഇനിയുള്ള നാളുകളിലും പ്രതിഷേധം ശക്തമാവുമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ ഞങ്ങളോട് പങ്കുവയ്ക്കുന്നത്. കോഴിക്കോട് നിന്നും ക്യാമറാമാൻ ഫിറോഷ് കൊട്ടാലിക്കൊപ്പം PV ജോഷില. കേരളത്തിന്റെ രക്ഷകരായ മത്സ്യത്തൊഴിലാളി സമൂഹത്തെ അപമാനിച്ച ശശി തരൂരിനെതിരെ കോൺഗ്രസ് നേതൃത്വം നടപടി സ്വീകരിക്കണമെന്ന് മത്സ്യഫെഡ് ചെയർമാൻ PP ചിത്തരഞ്ജൻ. ഈ വിഷയത്തിൽ KPCCയും UDFും നിലപാട് വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കേരളത്തിന്റെ സ്വന്തം സൈന്യമെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി വിശേഷിപ്പിച്ച ആ ജനത്തെയാണ് ഇവിടെ ശശി തരൂർ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ഉന്നതനായിട്ടുള്ള നേതാവ് അപമാനിക്കുവാനും നിന്ദിക്കുവാനും തയ്യാറായിട്ടുള്ളത്. ഇതിൽ അദ്ദേഹം മാപ്പ് പറഞ്ഞതുകൊണ്ട് അവസാനിക്കുന്നതല്ല. ഇതിനകത്ത് KPCCയുടെ നിലപാട് എന്താണെന്ന് ഞങ്ങൾക്കറിയണം. അതുപോലെ തന്നെ UDFിന്റെ നേതാക്കന്മാരുടെ അഭിപ്രായം ഇതിനകത്ത് അറിയാൻ ആഗ്രഹമുണ്ട്. മത്സ്യത്തൊഴിലാളികളെ അപമാനിച്ച ശശി തരൂരിന്റെ നടപടി പ്രതിഷേധാർഹമെന്ന് LDF. പ്രളയകാലത്ത് കേരളീയ സമൂഹത്തെ മഹാദുരന്തത്തിൽ നിന്ന് രക്ഷിച്ച കേരളത്തിന്റെ സ്വന്തം സൈന്യത്തെയാണ് ശശി തരൂർ അപമാനിച്ചിരിക്കുന്നത്. ജനാധിപത്യ വിരുദ്ധമായ കാഴ്ചപ്പാടും സമീപനമാണ് തരൂരിന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്നും തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ M വിജയകുമാറും സെക്രട്ടറി അഡ്വക്കേറ്റ് GR അനിലും പ്രസ്താവനയിൽ പറഞ്ഞു. വാർത്തകളിലേക്ക് വീണ്ടും മടങ്ങിയെത്താം. സംസ്ഥാനത്ത് LDFിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവേശം പകരാൻ ദേശീയ നേതാക്കൾ നാളെ മുതൽ സംസ്ഥാനത്തെത്തും. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ പ്രകാശ് കാരാട്ട്, S രാമചന്ദ്രൻപിള്ള, ബൃന്ദ കാരാട്ട്, MA ബേബി, സുഭാഷിണി അലി, CPI ജനറൽ സെക്രട്ടറി സുധാകർ റെഡ്ഡി, അസിസ്റ്റന്റ് സെക്രട്ടറി D രാജ തുടങ്ങിയ നേതാക്കളാണ് കേരളത്തിൽ പര്യടനത്തിന് എത്തുക. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഒന്നാം ഘട്ടം പൂർത്തിയാക്കി സ്ക്വാഡ് പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്ന LDFന്റെ പ്രചാരണങ്ങൾക്ക് കൂടുതൽ ആവേശം പകരാനായാണ് ദേശീയ നേതാക്കൾ എത്തുന്നത്. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ പ്രകാശ് കാരാട്ട്, S രാമചന്ദ്രൻപിള്ള, ബൃന്ദ കാരാട്ട്, MA ബേബി, സുഭാഷിണി അലി, മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ, CPI ജനറൽ സെക്രട്ടറി സുധാകർ റെഡ്ഡി,
അസിസ്റ്റന്റ് സെക്രട്ടറി ഡി രാജ തുടങ്ങിയ നേതാക്കളാണ് കേരളത്തിൽ പര്യടനത്തിനായി എത്തുന്നത്. ഇതിനു പുറമെ മുഖ്യമന്ത്രി പിണറായി വിജയനും സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും 2 ഘട്ടങ്ങളായി പ്രചാരണം നടത്തും. നാളെ രാവിലെ തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലാണ് സീതാറാം യെച്ചൂരിയുടെ പ്രചാരണത്തിന് തുടക്കമാകുക. നാളെ മുതൽ ഏപ്രിൽ 2 വരെ ആദ്യഘട്ട പ്രചരണവും ഏപ്രിൽ 17 മുതൽ 20 വരെ രണ്ടാംഘട്ട പ്രചരണവും യെച്ചൂരി നടത്തും. പ്രകാശ് കാരാട്ടും ബൃന്ദ കാരാട്ടും MA ബേബിയും 2 ഘട്ടങ്ങളിലായി തന്നെയാണ് പര്യടനം നടത്തുന്നത്. സുഭാഷിണി അലി 9 ദിവസവും S രാമചന്ദ്രൻ പിള്ള 14 ദിവസവും പ്രചാരണത്തിനെത്തും. മുഖ്യമന്ത്രി പിണറായി വിജയൻ 20 മണ്ഡലങ്ങളിലും VS അച്യുതാനന്ദൻ 9 മണ്ഡലങ്ങളിലും പര്യടനത്തിനെത്തും. CPI ജനറൽ സെക്രട്ടറി സുധാകർ റെഡ്ഡി ഏപ്രിൽ 9-നും അസിസ്റ്റന്റ് സെക്രട്ടറി ഡി രാജ ഏപ്രിൽ 3-നും അമർജിത് കൌൾ ഏപ്രിൽ 6-നും CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ നാളെ മുതൽ ഏപ്രിൽ 20 വരെയായും പ്രചരണ രംഗത്തുണ്ടാകും. പ്രവർത്തകർക്ക് ഊർജ്ജം പകരാനും ആവേശം നിറയ്ക്കാനുമായി ദേശീയ നേതാക്കൾ എത്തുന്നതോടെ ഇടതുമുന്നണിയുടെ പ്രചാരണം വീണ്ടും കൊഴുക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ജനലക്ഷങ്ങൾ പങ്കെടുത്ത KPMS 48ാം സംസ്ഥാന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. വർഗീയ ശക്തികളെയും യാഥാസ്ഥിതികരെയും ഒറ്റപ്പെടുത്താൻ ജനങ്ങൾ കൈകോർക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അധികാരം ഉപയോഗിച്ച് മതനിരപേക്ഷത തകർക്കാൻ ചിലർ ശ്രമിക്കുന്നതായും സംസ്ഥാനത്ത് മതമോ ജാതിയോമായ ഭിന്നത കടന്നുകൂടരുതെന്നും അദ്ദേഹം പറഞ്ഞു. വർഗീയ ശക്തികളെയും യാഥാസ്ഥിതികരെയും ഒറ്റപ്പെടുത്താൻ ജനങ്ങൾ കൈകോർക്കണമെന്ന ആഹ്വാനവുമായാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ KPMSന്റെ 48ാമത് സംസ്ഥാന സമ്മേളനത്തിന് തുടക്കം കുറിച്ചത്. കഴിഞ്ഞ 5 വർഷം ദളിത് പിന്നോക്ക വിഭാഗങ്ങൾക്ക് നേരെ വലിയ കടന്നാക്രമണങ്ങളാണ് നടന്നത്. ഈ ദുരവസ്ഥ ചർച്ച ചെയ്യാതെ രാജ്യത്തിന് മുന്നോട്ടു പോകാൻ സാധിക്കില്ല. ഇത്തരം ജാതീയമായ അക്രമങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്നിട്ടും ഭരണാധികാരികൾ ചെറുവിരൽ പോലും അനക്കിയില്ലെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. നമ്മുടെ നാട്ടിലെ ഏറ്റവും അധികം അടിച്ചമർത്തപ്പെട്ടത് 2 വിഭാഗമായിരുന്നു. ജാതീയമായ രീതിയിൽ നോക്കിയാൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗം. നമ്മുടെ നാടിനെ ജാതിവെറിയുടെയും മതസ്പർദ്ധയുടെയും ഇരുണ്ട കാലഘട്ടത്തിൽ നിന്ന് ഇന്നത്തെ താരതമ്യേന മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിക്കുന്നതിന് ഇവിടെ നടന്ന എണ്ണമറ്റ പോരാട്ടങ്ങളുണ്ട്. അതിന്റെ ഭാഗമായി നമ്മുടെ നാട് ഇന്ന് നേടിയെടുത്ത അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടത് പ്രധാനമാണ്. ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് താരതമ്യേന മെച്ചപ്പെട്ട അവസ്ഥയാണ് കേരളത്തിലുള്ളത്. നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ ഇടപെടലാണ് ഈ മാറ്റത്തിന് കാരണമെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. അതുകൊണ്ട് തന്നെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ജാതിമത ഭേദമന്യേ എല്ലാവരും രംഗത്തിറങ്ങണമെന്നും മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്തു. KPMS ലീഗ് നേതൃയോഗത്തിന് ശേഷം PK കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക്. ലീഗ് വേറെ ഒരു കക്ഷിയാണ്. ആ വക വിഷയങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഒരു കമന്റും നടത്തൂല. പാർട്ടി പ്രവർത്തകന്മാരാരും തന്നെ നടത്തൂല. കോൺഗ്രസിന്റെ ഒരു സീറ്റിൽ കോൺഗ്രസ് തീരുമാനം എടുക്കേണ്ടതാണ്. പക്ഷെ തീരുമാനം വൈകുന്നതിലുള്ള വികാരം ഞങ്ങൾ അറിയിച്ചു. മറ്റൊരു വിഷയം അത് സംബന്ധിച്ചില്ല. ഓക്കെ, താങ്ക് യു. PK കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളെ കാണുകയായിരുന്നു. വയനാട് സീറ്റിനെ സംബന്ധിച്ചിട്ടുള്ള അനിശ്ചിതത്വം തുടരുന്ന പശ്ചാത്തലത്തിലാണ് ലീഗിന്റെ നേതൃയോഗം പാണക്കാട് ചേർന്നത്. ഇക്കാര്യത്തിൽ ലീഗിനുള്ള അതൃപ്തി രേഖപ്പെടുത്തും എന്ന് തന്നെയാണ് കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചത്. ഇടവേള. രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിലുള്ള അനിശ്ചിതത്വം തുടരുന്നതിൽ ലീഗിൽ വലിയ അതൃപ്തി. ലീഗിന്റെ നേതൃയോഗം പാണക്കാട് അടിയന്തര നേതൃയോഗം നടന്നു. യോഗത്തിന് ശേഷം PK കുഞ്ഞാലിക്കുട്ടി അതൃപ്തി നേരിട്ട് തന്നെ പരസ്യമാക്കി. ഇക്കാര്യത്തിൽ ലീഗിന് അതൃപ്തി ഉണ്ടെന്ന് തന്നെയാണ് കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചിരിക്കുന്നത്. മലപ്പുറത്ത് നിന്ന് സോലിക് ചേരുന്നു. സോലിക്, ഇക്കാര്യത്തിൽ ലീഗിനുള്ള അതൃപ്തി പരസ്യമായി തന്നെ വ്യക്തമായിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ നേതൃത്വത്തിനോട്, UDF-നോട്, കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിനോട് ലീഗ് അതൃപ്തി അറിയിക്കാൻ സാധ്യതയുണ്ടോ? സോലിക്. നിർഭൻ, മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതൃയോഗം സമാപിച്ചിരിക്കുന്നു. വയനാട് സ്ഥാനാർത്ഥിത്വം വൈകുന്നതിൽ മുസ്ലിം ലീഗിന്റെ അതൃപ്തി UDF നേതൃത്വത്തെ അറിയിക്കാനാണ് യോഗം തീരുമാനിച്ചിരിക്കുന്നത്. PK കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കിയത് വിജയസാധ്യതയുള്ള മറ്റു സീറ്റുകളിൽ കൂടി ഈ അനിശ്ചിതത്വം പ്രതികൂലമായി ബാധിക്കുമെന്നതാണ്. വയനാടും വടകരയിലും മാത്രമല്ല മറ്റു സീറ്റുകളിലും രാഹുൽ ഗാന്ധിയുടെ ഈ അനിശ്ചിതത്വം അല്ലെങ്കിൽ വയനാട് സീറ്റ് സംബന്ധിച്ച അനിശ്ചിതത്വം ബാധിക്കുമെന്നാണ് മുസ്ലിം ലീഗ് വിലയിരുത്തുന്നത്.
വയനാട് മുസ്ലിം ലീഗിന്റെ ജില്ലാ കമ്മിറ്റിയാണ് ഇത്തരത്തിൽ പ്രതിഷേധം മുസ്ലിം ലീഗ് നേതൃത്വത്തെ അറിയിച്ചത്. തുടർന്നാണ് നേതൃയോഗം കൂടി ഇക്കാര്യം UDF നേതൃത്വത്തെ അറിയിക്കാൻ മുസ്ലിം ലീഗ് തീരുമാനിച്ചിരിക്കുന്നത്. രാവിലെ പാണക്കാടെത്തി പി കെ കുഞ്ഞാലിക്കുട്ടി പാണക്കാട് ഹൈദരലി തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനുശേഷമാണ് നേതൃയോഗം നടന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളെ കണ്ട് അതൃപ്തി പരസ്യമായി വ്യക്തമാക്കിയിരിക്കുന്നത്. നിർഭൻ സ്വാലിക്, അതായത് വയനാട് സീറ്റിനെ സംബന്ധിച്ചുള്ള തർക്കം കേരളത്തിലെ മറ്റ് സീറ്റുകളുടെ സാധ്യതയെ കൂടി ബാധിച്ചിരിക്കുകയാണ് എന്നതാണ് ലീഗിന്റെ പ്രതിഷേധം. അതായത് കോൺഗ്രസിൽ ഇക്കാര്യത്തിലുള്ള ആശയക്കുഴപ്പം, രാഹുൽ ഗാന്ധി വയനാടിൽ മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ള കോൺഗ്രസിന്റെ ആഭ്യന്തര വിഷയം കേരളത്തിലെ 20 മണ്ഡലങ്ങളിലെയും വിജയസാധ്യതയെ ബാധിക്കും എന്ന തരത്തിലേക്ക് ലീഗ് വിലയിരുത്തലുണ്ടായിരിക്കുന്നു. ആ തരത്തിലുള്ള പ്രതിഷേധം ലീഗ് രേഖപ്പെടുത്താനാണോ പോകുന്നത് സ്വാലിക്? തീർച്ചയായും കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് എത്തുമെന്ന വാർത്തയെ വലിയ സന്തോഷത്തോടെയാണ് മുസ്ലിം ലീഗ് സ്വാഗതം ചെയ്തിരുന്നത്. ഇത് പിന്നീട് അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങുകയായിരുന്നു. ഈ ഘട്ടത്തിലെല്ലാം മുസ്ലിം ലീഗ് നേതൃത്വം പരസ്പരം ഇക്കാര്യം ചർച്ച ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ UDF നേതാക്കളുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. രാഹുൽ ഗാന്ധിയുടെ വരവ് ഉമ്മൻചാണ്ടി തന്നെയാണ് ഹൈദരലി തങ്ങളെയും പി കെ കുഞ്ഞാലിക്കുട്ടിയെയും വിളിച്ച് അറിയിച്ചിരുന്നത്. ഏതായാലും ഈ ഘട്ടത്തിൽ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമാവാതെ നീളുന്നതാണ് മുസ്ലിം ലീഗിനെ അസ്വസ്ഥമാക്കുന്നത്. വടകര മണ്ഡലത്തിൽ കെ മുരളീധരൻ സ്ഥാനാർത്ഥിയായി എത്തിയപ്പോൾ വലിയ ആവേശം UDF പ്രവർത്തകർക്കിടയിൽ ഉണ്ടായിരുന്നതാണ്. എന്നാൽ ഇപ്പോൾ പ്രചരണത്തിന് പോലും ആളില്ലാത്ത സാഹചര്യമുണ്ടായി എന്നാണ് മുസ്ലിം ലീഗ് ഇരുത്തുന്നത്. ഇതിന് കാരണമായി പറയുന്നത് സ്ഥാനാർത്ഥിത്വത്തിലെ അനിശ്ചിതത്വമാണ്. അതോടൊപ്പം തന്നെ ഗ്രൗണ്ടിൽ UDFൽ കോൺഗ്രസ് പ്രചരണ രംഗത്ത് തീരെ സഹകരിക്കുന്നില്ല എന്നൊരു ആക്ഷേപം മുസ്ലിം ലീഗിന് വയനാടിലും അതുപോലെ വടകരയിലുമുണ്ട്. ഇക്കാര്യങ്ങൾ കൂടിയാണ് ഇന്ന് ചർച്ച ചെയ്തത്. അതിനുശേഷമാണ് ഈ സ്ഥാനാർത്ഥിത്വം വൈകുന്നതിലെ അതൃപ്തി മുസ്ലിം ലീഗ് നേതൃത്വം വ്യക്തമാക്കുന്നത്. സ്വാലിക്, വയനാട് മണ്ഡലത്തിലെ ഇടതു സ്ഥാനാർത്ഥിയുടെ 2ാം ഘട്ട പ്രചരണം പൂർത്തിയാക്കി 3ാം ഘട്ടത്തിലേക്ക് കടന്നു കഴിഞ്ഞു. വളരെ നേരത്തെ തന്നെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപനവും ഉണ്ടായി. വയനാട്ടിലെ പ്രവർത്തനങ്ങളിൽ ഇടതുമുന്നണി മേൽക്കൈ നേടിക്കഴിഞ്ഞു. പ്രാദേശികമായി ലീഗിന് വളരെ വലിയ സ്വാധീനമുള്ള മണ്ഡലമാണ് വയനാട്. വയനാട്ടിലെ ലീഗിന്റെ സ്വാധീനം പ്രതീക്ഷിച്ചാണ് രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തുമെന്ന പ്രഖ്യാപനം തന്നെ നേതാക്കൾ നടത്തിയത്. ഈ ഘട്ടത്തിൽ ലീഗിന്റെ പ്രാദേശിക നേതാക്കൾക്കുള്ള അതൃപ്തിയാണ് വയനാട്ടിലെ ലീഗ് നേതാക്കൾ ലീഗിന്റെ സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചത് എന്നാണ് വിവരം. അങ്ങനെയാണെങ്കിൽ ഈ പ്രഖ്യാപനം വൈകുന്നതിലുള്ള അതൃപ്തി വിജയസാധ്യത ബാധിക്കും. പ്രാദേശികമായി പ്രവർത്തകർ ആകെ നിരാശയിലാണ് എന്ന് തന്നെയാണോ ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്? ഇത്തരത്തിലുള്ള ചർച്ചയാണോ ലീഗിന്റെ നേതൃയോഗത്തിൽ നടന്നത് സ്വാലിക്? തീർച്ചയായും കഴിഞ്ഞ ദിവസം ചേർന്ന മുസ്ലിം ലീഗ് പാർലമെന്ററി ബോർഡ് യോഗത്തിന് ശേഷം ഹൈദരലി തങ്ങൾ പ്രതികരിച്ചത് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വരികയാണെങ്കിൽ മണ്ഡലത്തിൽ വന്നില്ലെങ്കിൽ പോലും മുസ്ലിം ലീഗ് വിജയിപ്പിക്കുമെന്നായിരുന്നു. മുസ്ലിം ലീഗിന് അതിനുള്ള സ്വാധീനമുണ്ട്, കഴിവുണ്ട്. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചാൽ മാത്രം മതി എന്ന് ഹൈദരലി തങ്ങൾ വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ പിന്നീട് കണ്ടത് സ്ഥാനാർത്ഥിത്വത്തിലെ അനിശ്ചിതത്വമാണ്. വയനാട് മുസ്ലിം ലീഗിന്റെ ജില്ലാ കമ്മിറ്റി ഔദ്യോഗികമായി തന്നെ ലീഗ് നേതൃത്വത്തെ പ്രതിഷേധം അറിയിച്ചു. യൂത്ത് ലീഗ് യോഗം ചേർന്ന് പ്രമേയം പാസാക്കി മുസ്ലിം ലീഗ് നേതൃത്വത്തെ അറിയിച്ചു. ഈ ഘട്ടത്തിലാണ് മുസ്ലിം ലീഗ് ഇക്കാര്യത്തിൽ ഒരു പുനരാലോചന നടത്തിയത്. ഇന്നലെ നാമനിർദ്ദേശ പത്രിക നൽകിയതിനു ശേഷവും വയനാട്ടിലെ സ്ഥാനാർത്ഥിയെ കാത്തിരിക്കുകയാണ്. അവർ ആവശ്യത്തിന് സമയമെടുത്ത് പ്രഖ്യാപിക്കട്ടെ എന്ന ഒരു നിലപാട് ഇ ടി മുഹമ്മദ് ബഷീർ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ പിന്നീട് ഈ അനിശ്ചിതത്വം മറ്റു മണ്ഡലങ്ങളിൽ കൂടി ബാധിക്കുമെന്ന ഒരു ആശങ്ക ലീഗ് നേതൃത്വത്തിനുണ്ട്. മുസ്ലിം ലീഗ് വിലയിരുത്തുന്നത് അങ്ങനെയാണ്. പ്രത്യേകിച്ച് പാലക്കാട് മണ്ഡലത്തിലെല്ലാം തന്നെ ഈ വയനാട് സീറ്റിലെ അനിശ്ചിതത്വം നിലവിൽ ബാധിച്ചിട്ടുണ്ട് എന്നാണ് മുസ്ലിം ലീഗ് വിലയിരുത്തുന്നത്. അതുപോലെ കണ്ണൂരിലും ഈ അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ ഇത്തരത്തിൽ ഒരു ആവശ്യം മുസ്ലിം ലീഗ് UDFൽ ഉന്നയിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. സ്വാലിക്, വയനാട് വടകര സീറ്റിനെ സംബന്ധിച്ചുള്ള തർക്കം ആദ്യം കേരളത്തിൽ കോൺഗ്രസിന്റെ മാത്രം ആഭ്യന്തര വിഷയമായിരുന്നു. അത് കഴിഞ്ഞ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ പ്രശ്നമായി മാറി. രാഹുൽ മണ്ഡലത്തിൽ മത്സരിക്കാൻ എത്തുമോ എന്നുള്ള തർക്കം കേരളത്തിൽ AI ഗ്രൂപ്പുകൾ തമ്മിലുള്ള തർക്കത്തിൽ നിന്ന് ദേശീയ നേതൃത്വത്തിലേക്ക് അത് മാറി. ഇതിനുശേഷം UDFിലേക്ക് തർക്കം പടരുകയാണോ? പ്രധാനമായും UDFിലെ 2ാം കക്ഷിയാണ്, മുഖ്യ കക്ഷിയാണ് മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗിനുള്ള അതിർത്തി സ്വാഭാവികമായും മലബാറിലെ മണ്ഡലങ്ങളെ കോൺഗ്രസിന് വലിയ ക്ഷീണമുണ്ടാക്കും. അത്തരത്തിൽ ഈ പ്രതിഷേധം തുടരുകയാണെങ്കിൽ പ്രാദേശിക അടിസ്ഥാനത്തിൽ തന്നെ ലീഗിന് കോൺഗ്രസിന് UDFിന് വലിയ തിരിച്ചടിയിലേക്ക് വിഷയങ്ങൾ ചെന്ന് എത്തുമെന്ന സൂചനയാണോ ഇപ്പോൾ ലഭിക്കുന്നത് സ്വാലിക്?
തീർച്ചയായും മുസ്ലിം ലീഗ് മാത്രമല്ല മറ്റു ഘടകകക്ഷികൾക്കെല്ലാം തന്നെ ഇക്കാര്യത്തിൽ അതൃപ്തിയുണ്ട്. 2-3 ദിവസം സ്വാഭാവികമായി പ്രഖ്യാപനം വന്നതിന് ശേഷം 2-3 ദിവസമുള്ള കാത്തിരിപ്പ് ഉണ്ടായിരുന്നു. എന്നാൽ ഓരോ ദിവസവും ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് പറയുന്നു, അത് മാറ്റിവെക്കുന്നു. ഓരോ പട്ടികയിലും വയനാടും വടകരയും ഉൾപ്പെടുന്നില്ല. ഇനി 4 ദിവസം മാത്രമാണ്, 5 ദിവസം മാത്രമാണ് ഇനി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ അവശേഷിക്കുന്നത്. ഈ ഘട്ടത്തിൽ പോലും സ്ഥാനാർത്ഥിയെ നിർണയിക്കുന്നില്ല. LDF സ്ഥാനാർത്ഥിയാണെങ്കിൽ 3 തവണ മണ്ഡല പര്യടനം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ ഇത് വിജയത്തെ ബാധിക്കുമെന്ന് തന്നെയാണ് മുസ്ലിം ലീഗ് നേതൃത്വം വിലയിരുത്തുന്നത്. നിർഭൻ സോലിക്, വിവരങ്ങൾ വ്യക്തമാണ്. വയനാട് സീറ്റിനെ സംബന്ധിച്ചുള്ള തർക്കം UDF-ലേക്ക് പടരുകയാണ്. മുസ്ലിം ലീഗ് പരസ്യമായി അവരുടെ അതിർത്തി വ്യക്തമാക്കിയിരിക്കുന്നു. UDF നേതൃത്വത്തെ ലീഗിന്റെ നേതൃയോഗം ചേർന്ന് പ്രതിഷേധം അറിയിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇനിയൊരു ഇടവേള. തൊടുപുഴയിൽ മർദ്ദനമേറ്റ 7 വയസ്സുകാരന്റെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. നിർണായക മണിക്കൂറുകളിലൂടെയാണ് കുട്ടി കടന്നുപോകുന്നതെന്ന് ചികിത്സിക്കുന്ന ഡോക്ടർമാർ പറഞ്ഞു. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തിയിരിക്കുന്നത്. അതേസമയം സംഭവത്തിൽ അറസ്റ്റിലായ പ്രതി അരുണിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. തുടർന്ന് മർദ്ദനം നടന്ന കുമാരമംഗലത്തെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. കോലഞ്ചേരിയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന കുട്ടിയുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. വെന്റിലേറ്ററിന്റെ സഹായത്തോടുകൂടിയാണ് ഇപ്പോൾ ജീവൻ നിലനിർത്തിയിരിക്കുന്നത്. തലച്ചോറിനേറ്റ ക്ഷതം മൂലമുണ്ടായ ആന്തരിക രക്തസ്രാവമാണ് ആരോഗ്യനില മോശമായി തുടരാൻ കാരണം. നിർണായകമെന്ന് ഡോക്ടർമാർ വിശേഷിപ്പിച്ച 48 മണിക്കൂർ ഇന്ന് രാത്രിയോടെ പൂർത്തിയാകും. ആശ്വാസകരമായ ഒരു പ്രതികരണവും ഉണ്ടായില്ലെങ്കിൽ വെന്റിലേറ്റർ സഹായം അവസാനിപ്പിക്കേണ്ടി വരുമെന്നാണ് ഡോക്ടർമാരുടെ വിലയിരുത്തൽ. അതേസമയം കുട്ടിയെ ക്രൂരമർദ്ദനത്തിനിരയാക്കിയ പ്രതി അരുൺ ആനന്ദിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. തുടർന്ന് കസ്റ്റഡിയിൽ വാങ്ങി ഇന്ന് തന്നെ തെളിവെടുപ്പ് പൂർത്തിയാക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. കുട്ടി മർദ്ദനത്തിന് ഇരയായ തൊടുപുഴ കുമാരമംഗലത്തെ വീട്ടിൽ പ്രതിയെ എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തേണ്ടത്. ജനങ്ങളുടെ കടുത്ത പ്രതിഷേധത്തിന് സാധ്യതയുള്ളതിനാൽ കനത്ത സുരക്ഷയിൽ വേഗത്തിൽ തെളിവെടുപ്പ് പൂർത്തിയാക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സംസ്ഥാനത്ത് സൂര്യാതപ മുന്നറിയിപ്പ് തുടരുന്നു. അതീവ ജാഗ്രത തുടരണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ആരോഗ്യവകുപ്പും മുന്നറിയിപ്പ് നീട്ടി. ഒരു മാസത്തിനിടെ 364 പേർക്കാണ് സൂര്യാതപമേറ്റത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ് പ്രകാരം വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ ഈ മാസം അവസാനം വരെ താപനില ശരാശരിയിൽ നിന്നും 2 മുതൽ 3 ഡിഗ്രി വരെ ഉയരാനാണ് സാധ്യത. ഈ സാഹചര്യത്തിൽ സൂര്യതപം ഒഴിവാക്കാനായി പൊതുജനങ്ങൾ മുൻകരുതൽ സ്വീകരിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് കൃത്യമായി പാലിക്കണം എന്നതാണ് ആരോഗ്യവകുപ്പ് ആവർത്തിക്കുന്നത്. പാലക്കാട് ജില്ലയിലാണ് ഉയർന്ന താപനില രേഖപ്പെടുത്തിയത്, 41 ഡിഗ്രി സെൽഷ്യസ്. തുടർച്ചയായി 4 ദിവസമാണ് 41 ഡിഗ്രി ഇവിടെ രേഖപ്പെടുത്തുന്നത്. കാലാവസ്ഥാ വകുപ്പിന്റെ താപസൂചിക പ്രകാരം തുടർന്നുള്ള ദിവസങ്ങളിലും ചൂട് ശരാശരിയിൽ നിന്നും ഉയർന്ന നിലയിൽ തുടരാനാണ് സാധ്യതയെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയും മുന്നറിയിപ്പ് നൽകി. എന്നാൽ വേനൽമഴ നേരിയ തോതിൽ സംസ്ഥാനത്തെത്തിയത് പ്രതീക്ഷ നൽകുന്നു. അടുത്ത ആഴ്ചയോടെ വേനൽമഴ സംസ്ഥാനത്ത് പരക്കെ ലഭിക്കും എന്നതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ കണക്കുകൂട്ടൽ. ഇത് ലഭിച്ചില്ലെങ്കിൽ ചൂട് ഇനിയും കടുക്കും. നിലവിൽ 51% കുറവാണ് വേനൽമഴയിൽ ഇതിനോടകം ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പരിഷ്കരിച്ച ബ്രെക്സിറ്റ് പ്രമേയവും ബ്രിട്ടീഷ് പാർലമെന്റിൽ പരാജയപ്പെട്ടു. പ്രധാനമന്ത്രി തെരേസ മേയുടെ പ്രമേയം 286-നെതിരെ 344 വോട്ടിന് പാർലമെന്റ് തള്ളി. 3ാം തവണയാണ് യൂറോപ്യൻ യൂണിയൻ വിടാനുള്ള കരാർ തള്ളുന്നത്. മുൻപ് 2 തവണ മേയുടെ പ്രമേയം പാർലമെന്റ് വോട്ടിനിട്ട് തള്ളിയിരുന്നു. പാസായാൽ രാജിവെക്കാമെന്ന വാഗ്ദാനത്തോടെയാണ് പുതിയ കരാറുമായി തെരേസ മേ വീണ്ടും എത്തിയത്. പക്ഷേ മേയുടെ വാഗ്ദാനം പാർലമെന്റ് കണക്കിലെടുത്തില്ല. പ്രതിസന്ധി മറികടക്കാൻ തെരേസ മേയുടെ മറികടന്ന് മറ്റ് എംപിമാർ അവതരിപ്പിച്ച പ്രമേയങ്ങളും വോട്ടിനിട്ട് തള്ളിയിരുന്നു. അനശ്വരരായ കയ്യൂർ രക്തസാക്ഷികൾക്ക് നാടിന്റെ സ്മരണാഞ്ജലി. പ്രകടനത്തോടും അനുസ്മരണ സമ്മേളനത്തോടും കൂടിയാണ് 4 രണധീരന്മാരുടെ 76ാം രക്തസാക്ഷി ദിനം കയ്യൂർ ജനത ആചരിച്ചത്. പാർലമെന്റിൽ ഇടതുപക്ഷത്തിന്റെ സാന്നിധ്യം വർദ്ധിപ്പിക്കാൻ കേരള ജനത LDF-ന് പിന്തുണ നൽകണമെന്ന് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത CPI സംസ്ഥാന സെക്രട്ടറി കാനൻ രാജേന്ദ്രൻ പറഞ്ഞു. മടത്തിലപ്പു, ചിരുകണ്ഠൻ, അബൂബക്കർ, പൊടോരക്കുഞ്ഞിമു നായർ രക്തതാരങ്ങളായി മാറിയ കയ്യൂരിന്റെ വീരപുത്രന്മാർക്ക് നാട് വീണ്ടും സ്മരണാഞ്ജലി അർപ്പിച്ചു. 76ാം രക്തസാക്ഷിത്വ വാർഷിക ദിനത്തിലും കയ്യൂർ ഗ്രാമം ഒന്നാകെ രക്തസാക്ഷിതകളിലേക്ക് ഒഴുകിയെത്തുകയായിരുന്നു.
അനശ്വരരായ കയ്യൂർ രക്തസാക്ഷികൾക്ക് മരണമില്ലെന്ന് ഒരേ സ്വരത്തിൽ അവർ പ്രഖ്യാപിച്ചു. ബാൻഡ് സംഘങ്ങൾ, വനിതകൾ ഉൾപ്പെടെയുള്ള ചുവപ്പ് സേനാംഗങ്ങൾ എന്നിവരുടെ മാർച്ചോടുകൂടിയായിരുന്നു അനുസ്മരണ റാലി. കയ്യൂർ ടൗണിലും ചായ്യോത്തും കേന്ദ്രീകരിച്ച് ആരംഭിച്ച പ്രകടനം കയ്യൂർ രക്തസാക്ഷി നഗറിൽ സംഗമിച്ചു. രക്തസാക്ഷി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയുമുണ്ടായി. പ്രഭാതപേരിയും പതാക ഉയർത്തലോടും കൂടിയാണ് കയ്യൂരിൽ രക്തസാക്ഷി ദിനാചരണത്തിന് തുടക്കമായത്. CPIM-ഉം CPI-യും സംയുക്തമായാണ് കയ്യൂർ രക്തസാക്ഷി ദിനാചരണം നടത്തുന്നത്. അനുസ്മരണ സമ്മേളനം CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റിൽ ഇടതുപക്ഷത്തിന്റെ സാന്നിധ്യം ശക്തിപ്പെടുത്തുവാൻ കേരളത്തിൽ നിന്ന് കൂടുതൽ LDF MPമാർ ഉണ്ടാകണമെന്ന് കാനം രാജേന്ദ്രൻ പറഞ്ഞു. ഇടതുപക്ഷത്തെ എതിർക്കുന്ന കാര്യത്തിൽ UDF-ഉം BJP-യും ഒരേ തൂവൽ പക്ഷികളാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കോൺഗ്രസും BJP-യും ഒരേ തൂവൽ പക്ഷികൾ എന്ന് വേണമെങ്കിൽ അവരെ നമുക്ക് വിളിക്കാം. ഇടതുപക്ഷത്തെ എതിർക്കുക എന്ന ഒരു മിനിമം പരിപാടിയിൽ ഉറച്ചു നിൽക്കുന്ന പ്രതിപക്ഷത്തിനെതിരെ ശക്തമായി വിധി എഴുതാൻ നമുക്ക് ഈ കേരളത്തിന് കഴിയണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നമ്മുടെ പാർലമെന്റിൽ അതിന്റെ സാന്നിധ്യം ഉയർത്താൻ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ പിന്തുണയോടെ കേരളത്തിൽ നിന്ന് കഴിയും. ഡോക്ടർ C. ബാലനും KP വേണുഗോപാലനും ചേർന്ന് രചിച്ച കയ്യൂർ സമരം പോരാട്ടത്തിന്റെ കനൽചന്ത് എന്ന പുസ്തകം P. കരുണാകരൻ MP TV കരുണാകരന് നൽകി പ്രകാശനം ചെയ്തു. അനുസ്മരണ സമ്മേളനത്തിൽ M. രാജഗോപാലൻ MLA അധ്യക്ഷനായിരുന്നു. മന്ത്രി E. ചന്ദ്രശേഖരൻ, P. കരുണാകരൻ MP, MV ബാലകൃഷ്ണൻ മാസ്റ്റർ, TV രാജേഷ് MLA, മുൻ MLA K. കുഞ്ഞിരാമൻ, T. ദാമോദരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഹൈബി ഈഡനെതിരായ ബലാത്സംഗ കേസിൽ അന്വേഷണം ഊർജിതമാക്കണമെന്ന ഇരയുടെ ഹർജി പരിഗണിച്ച ഹൈക്കോടതി അമിക്കസ് ക്യൂറിയെ നിയോഗിച്ചു. അഭിഭാഷക മിത സുധീന്ദ്രനാണ് അമിക്കസ് ക്യൂറി. പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്ന് ആരോപിച്ചാണ് ഇര കോടതിയെ സമീപിച്ചത്. കേസിന്റെ സാഹചര്യം പരിശോധിക്കുമ്പോൾ അമിക്കസ് ക്യൂറിയുടെ സഹായം ആവശ്യമെന്ന് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് പറഞ്ഞു. ആലപ്പുഴയിലെ ഇടതു സ്ഥാനാർത്ഥി AM ആരിഫിന്റെ വിജയത്തിനായി നാടൊന്നാകെ രംഗത്ത്. ആവേശമൂത്ത ചെറുപ്പക്കാർ സ്വന്തം വാഹനം തന്നെ ആരിഫിന്റെ ചിത്രങ്ങൾ പതിച്ച് പ്രചരണത്തിനായി ഉപയോഗിക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി ഈ വാഹനം ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നമ്മൾ കാണുന്നുണ്ട്. വളരെയധികം ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററുകളൊക്കെ പതിച്ച ഒരു മനോഹരമായ രീതിയിലാണ് ഇത് പ്രചരണ രംഗത്ത് സജീവമായിട്ട് നിൽക്കുന്നത്. നമുക്ക് ഈ വാഹനം ഇതിന്റെ ഉടമകളോട് തന്നെ കാര്യം ചോദിക്കാം. ഇത് നിങ്ങൾ ഇപ്പം എത്ര ദിവസമായിട്ട് നിങ്ങൾ ഇതിന്റെ ഈ പ്രചരണ രംഗത്തുണ്ട്? പ്രചരണം തുടങ്ങിയ അന്ന് മുതൽ ഞങ്ങൾ പ്രചരണ രംഗത്തുണ്ട്. നിങ്ങൾ രണ്ടുപേരും ആരിഫിന്റെ സജീവ പ്രവർത്തകരാണോ അതോ ആരിഫിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണോ? സ്വന്തമായിട്ട് നിങ്ങൾ ഈ പ്രചരണത്തിന് ഇറങ്ങിയതാണോ? സ്വന്തമായിട്ട് ഇലക്ഷന്റെ ആവേശം കൊണ്ട് എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം ചെയ്യണമെന്ന് തോന്നി അങ്ങനെ ഇറങ്ങിയതാണ്. ഇതൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറെ പൈസ ആയിട്ടില്ലേ? ഒരു 20,000 പരം രൂപയായിട്ടുണ്ട്. മാത്രമല്ല ഇത്രയും ദിവസം നിങ്ങൾ ഈ പ്രചരണ രംഗത്ത് ഈ വാഹനം വളരെയധികം ശ്രദ്ധാകേന്ദ്രമായിട്ട് മാറിയിട്ടുണ്ട്. ശരി, എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്, എല്ലായിടത്തും നല്ല സ്വീകരണമാണ് കിട്ടുന്നത്. നിങ്ങൾ ആരിഫിനോടുള്ളൊരു സ്നേഹമാണോ പാർട്ടിയോടുള്ള സ്നേഹമാണോ അതോ എന്താണ് ഇതിന്റെ കാരണം? പ്രസ്ഥാനത്തിനോടുള്ള ആവേശവും സ്നേഹവുമാണ്, അതാണ് ഞങ്ങളുടെ ആവേശം. നിങ്ങൾ ശരിക്കുള്ള സ്ഥലം എവിടാ? ഇത് കായംകുളം പുതുപ്പള്ളി. അല്ല, നിങ്ങൾ ഇന്നിപ്പോ ഈ പ്രചരണം എന്ന് പറയുന്നത് അരൂർ മണ്ഡലത്തിലാണ്, അതായത് മണ്ഡലത്തിന്റെ വടക്കേ അറ്റത്താണ്. നിങ്ങൾ ഈ എത്ര ദിവസമായിട്ട് ഈ പ്രചരണ രംഗത്ത് സജീവമായിട്ട്? ഏകദേശം 4-6 ദിവസമായിട്ട് സ്വീകരണ പരിപാടിയിലുണ്ട്. കരുനാഗപ്പള്ളി മുതലുണ്ട്. ഇന്ന് തീരുകയാണ് പ്രചരണം. 2ാം ഘട്ടം തുടങ്ങുന്നത് വീണ്ടും കരുനാഗപ്പള്ളിയിൽ നിന്ന് മറ്റന്നാൾ തുടങ്ങുകയാണ്. നിങ്ങൾ പ്രചരണം തീരുന്നിടം വരെ രംഗത്തുണ്ടാവും? ഉറപ്പായിട്ടും, തീർച്ചയായിട്ടും കാണും. അപ്പൊ എല്ലാവിധ ആശംസകളും. കാര്യം നിങ്ങളൊക്കെ ഇത്രയും കഷ്ടപ്പെട്ട് ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ എല്ലാവിധ ആശംസകളും. എന്തായാലും വളരെയധികം ആവേശത്തോടു കൂടി തന്നെയാണ് പ്രവർത്തകർ സജീവമായിട്ട് ഈ രംഗത്തുള്ളത്. അതിന് ഏറ്റവും വലിയ തെളിവാണ് നമ്മളിപ്പോൾ ഈ കണ്ടത്. സ്വന്തം വാഹനത്തിൽ സ്റ്റിക്കർ മുട്ടിച്ച് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായിട്ട് പ്രവർത്തിക്കുന്ന 2 യുവാക്കളെയാണ് നമ്മളിപ്പോൾ കണ്ടത്. പേര് ചോദിക്കാൻ വിട്ടുവോ? നിങ്ങളുടെ പേര്? എൻ്റെ പേര് നൌഷാദ്, ഇത് ശ്യാംലാൽ. ഓക്കെ, ഈ 2 പേരും ആരിഫിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വളരെയധികം സന്തോഷം. ഇനിയും ഇത്തരം പ്രവർത്തനങ്ങൾ കാണണമെന്ന് ആശംസിക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി അരൂരിലെത്തിയ ആലപ്പുഴ ഇടതു സ്ഥാനാർത്ഥി ആരിഫിന് മണ്ഡലം നൽകിയത് ആവേശകരമായ സ്വീകരണം. സ്ത്രീകളും കുട്ടികളും അടങ്ങിയ ജനക്കൂട്ടങ്ങളാണ് ഓരോ കേന്ദ്രങ്ങളിലും ആരിഫിനെ സ്വീകരിക്കാൻ എത്തിയത്. അരൂരിന്റെ ഐശ്വര്യമെന്നാണ് ആരിഫിനെ കുറിച്ച് അരൂർ മണ്ഡലത്തിലുള്ളവർ പറയുന്നത്. അത് ശരിവെക്കുന്നതായിരുന്നു മണ്ഡലത്തിൽ ആരിഫിന് നൽകിയ സ്വീകരണം. കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ തങ്ങളുടെ വികസന നായകന് അനുഗ്രഹം നൽകാൻ സ്വീകരണ വേദികളിലെത്തി. പാണാവള്ളി പഞ്ചായത്തിലെ 12ാം വാർഡിലെ നാരായണിയമ്മ എന്ന 80 വയസ്സുകാരുടെ ആവേശം ഇതിന് തെളിവാണ്. നടക്കാനൊന്നും മേല, എന്നാലും എന്റെ വോട്ട് ഞാൻ പുറത്തായിരിക്കും കൊടുക്കില്ല മക്കളെ. ആർക്കാ വോട്ട്?
എന്റെ പാർട്ടിക്ക് മാത്രമേ കൊടുക്കുള്ളൂ, എന്റെ അനുവാചിക്ക് മാത്രമേ ഞാൻ കൊടുക്കുള്ളൂ. ഞാൻ മരിച്ചു പോയി, അല്ലെങ്കിൽ അത് പോയി. മരിച്ചില്ലെങ്കിൽ എന്റെ അരിവിന് മാത്രമേ ഓട്ടൂ. വാർദ്ധക്യത്തിലും ശക്തമായ ചൂടിനെ അവഗണിച്ചാണ് ഈ 80-കാരി ആരിഫിനെ കാണാൻ സ്വീകരണ വേദിയിലെത്തിയത്. നിറകണ്ണുകളോടെയാണ് ആരിഫിനെ ഇവർ അനുഗ്രഹിച്ചയച്ചത്. മണ്ഡലത്തിലെ എല്ലാ കേന്ദ്രങ്ങളിലും സമാനമായ ആവേശമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. ഇടുക്കിയിൽ പ്രചാരണം ശക്തമാക്കി 3 മുന്നണികളും. ഇടത് സ്ഥാനാർത്ഥിയുടെ 3ാം ഘട്ട പര്യടനം പുരോഗമിക്കുമ്പോൾ UDF സ്ഥാനാർത്ഥിയുടെ 2ാം ഘട്ടവും NDA സ്ഥാനാർത്ഥിയുടെ 1ാം ഘട്ടവും പ്രചരണവുമാണ് മണ്ഡലത്തിൽ നടക്കുന്നത്. ഹൈറേഞ്ച് സംരക്ഷണ സമിതി പിന്തുണയ്ക്കുന്ന ഇടത് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന്റെ പൊതുപര്യടനമാണ് പുരോഗമിക്കുന്നത്. മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടി തന്നെയാണ് വോട്ടഭ്യർത്ഥന. കഴിഞ്ഞ 5 വർഷക്കാലം ഇടുക്കി പാർലമെന്റ് നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് പാർലമെന്റിനകത്ത് ഈ പാർലമെന്റ് ജില്ലയിലെ ജനങ്ങളുടെ ശബ്ദം ആയി പ്രവർത്തിക്കാൻ സാധിച്ചത്, അവർക്കൊപ്പം നിന്ന് പ്രവർത്തിച്ച ആ പ്രവർത്തനമാകെ കണ്ട ഇടുക്കിയിലെ ആളുകളുണ്ട്. ഇടപെട്ടുമ്പോൾ അവരുമായുണ്ടായ ആത്മബന്ധമുണ്ട്, ഇഴയെടുപ്പമുണ്ട്. ആ ആത്മബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ നൽകുന്ന വലിയ പിന്തുണയുണ്ട്. ആ പിന്തുണ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലെ എന്റെ കരുത്ത്. ജോയിസ് വ്യാഴാഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു. അതേസമയം UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിന്റെ പ്രചാരണം 2ാം ഘട്ടത്തിലാണ്. വൈകാതെ പൊതുപര്യടനം ആരംഭിക്കും. മികച്ച പ്രതീക്ഷയിലാണ് ഡീൻ. 100% ഈ പാർലമെന്റ് മണ്ഡലം ഐക്യമുന്നണിക്ക് അനുകൂലമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചില തെറ്റിദ്ധാരണകളുടെ പേരിലാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. മാത്രവുമല്ല, ഇടുക്കിയിലെ ജനങ്ങൾ ശരിയായ രാഷ്ട്രീയം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. NDA സ്ഥാനാർത്ഥി BDJSന്റെ ബിജു കൃഷ്ണന്റെ പ്രചരണാർത്ഥമുള്ള അസംബ്ലി മണ്ഡലം കൺവെൻഷനുകളാണ് ഇപ്പോൾ നടക്കുന്നത്. ശക്തമായ ത്രികോണ മത്സരമില്ലെങ്കിലും പ്രചാരണ രംഗത്ത് 3 മുന്നണികളും സജീവമാണ്. പരമാവധി നിഷ്പക്ഷ വോട്ടർമാരെ സ്വാധീനിക്കുന്നതിനും അടിയൊഴുക്കിന് തടയിടുന്നതിനുമുള്ള തിരക്കിലാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും. ഇടുക്കിയിൽ നിന്ന് ദിലീപ് ഗോപിക്കൊപ്പം സമീർ വഴങ്ങോട്. കണ്ണൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി PK ശ്രീമതി ടീച്ചറുടെ 2ാം ഘട്ട പര്യടനം പൂർത്തിയായി. ശ്രീമതി ടീച്ചർ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. പ്രചരണത്തിൽ ഏറെ മുന്നിലെത്തിയ LDFന് ഒപ്പമെത്താനുള്ള പരിശ്രമത്തിലാണ് UDF NDA സ്ഥാനാർത്ഥികൾ. വ്യക്തികളെയും സ്ഥാപനങ്ങളും സന്ദർശിച്ചുകൊണ്ടുള്ള ആദ്യഘട്ട പര്യടനവും തുറന്ന വാഹനത്തിൽ വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ടഭ്യർത്ഥിച്ചുകൊണ്ടുള്ള 2ാം ഘട്ട പ്രചരണവുമാണ് ശ്രീമതി ടീച്ചർ പൂർത്തിയാക്കിയത്. കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന 7 നിയമസഭാ മണ്ഡലങ്ങളിലും ആവേശകരമായ സ്വീകരണമാണ് ശ്രീമതി ടീച്ചർക്ക് ലഭിച്ചത്. നാടെന്നോ നഗരമെന്നോ വ്യത്യാസമില്ലാതെ പൊതുപര്യടനം കടന്നുപോയ വഴികളിലെല്ലാം സ്നേഹോഷ്മള സ്വീകരണം ശ്രീമതി ടീച്ചർക്ക് ലഭിച്ചു. ധർമ്മടം നിയോജക മണ്ഡലം നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയുടെ മണ്ഡലമാണെന്ന് അറിയാലോ. രാവിലെ 8 മണിക്ക് മുഴപ്പിലങ്ങാടെന്ന് അവിടെ മുഴപ്പിലങ്ങാട് ബീച്ച്, അവിടെ ആ പ്രദേശത്തുള്ള എല്ലാ വീടുകളിലും ആളുകൾ അവിടെ വളരെ ആവേശകരമായിട്ടുള്ള ഒരു സ്വീകരണമാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. അതേസമയം UDF സ്ഥാനാർത്ഥി K സുധാകരന്റെ പൊതുപര്യടനം ആരംഭിച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് കണ്ണൂരിൽ പര്യടനം ഉദ്ഘാടനം ചെയ്തത്. പ്രചരണത്തിൽ ശ്രീമതി ടീച്ചർക്ക് ഒപ്പമെത്താനുള്ള ശ്രമത്തിലാണ് സുധാകരൻ. ഇന്ന് അഴീക്കോട് നിയോജക മണ്ഡലത്തിലെ 50% ഇന്ന് തീർക്കും. ഞങ്ങൾ 2 ദിവസമാണ് ഒരു നിയോജക മണ്ഡലത്തിൽ ഞങ്ങൾ കൊടുത്തിരിക്കുന്ന പ്രചരണത്തിന്. ഇന്ന് ആദ്യത്തെ ദിവസമാണ്. അപ്പോൾ 50% ഇന്ന് തീർക്കും. 30 പോയിന്റ് ഞങ്ങൾ ഇന്ന് കവർ ചെയ്യും. NDA സ്ഥാനാർത്ഥി CK പത്മനാഭൻ ആദ്യഘട്ട പര്യടനത്തിലാണ്. പ്രചരണത്തിൽ ഇത്തിരി തുടങ്ങാൻ കുറച്ച് വൈകി എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഞങ്ങൾ ഈ ലോവർ ലെവലിൽ താഴെ ഘടകങ്ങളിലുള്ള നമ്മുടെ പാർട്ടി യൂണിറ്റുകൾ ജനങ്ങളെ സമ്പർക്കം ചെയ്യുന്ന പരിപാടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് ശേഷം ശ്രീമതി ടീച്ചറുടെ 3ാം ഘട്ട പര്യടനം ആരംഭിക്കും. പ്രചരണത്തിന്റെ 2 ഘട്ടങ്ങൾ പൂർത്തീകരിച്ച് LDF സ്ഥാനാർത്ഥി ശ്രീമതി ടീച്ചർ പ്രചരണ രംഗത്ത് വ്യക്തമായ മേധാവിത്വം നേടിക്കഴിഞ്ഞു. LDF സ്ഥാനാർത്ഥിക്ക് ഒപ്പമെത്താനുള്ള ശ്രമത്തിലാണ് UDFും NDAയും. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം M സന്തോഷ്. നാദാപുരത്ത് ലീഗിൽ വൻ കൊഴിഞ്ഞുപോക്ക്. 60 മുസ്ലിം ലീഗ് പ്രവർത്തകർ CPIMൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. നാദാപുരം ചെക്കിയാട് പഞ്ചായത്തിലെ ജാതിയേരിൽ മുസ്ലിം ലീഗിന്റെ സജീവ പ്രവർത്തകരും അനുഭാവികളുമായ 60 പേരാണ് CPIMുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. കോഴിക്കോട് ജില്ലയിലെ മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നാണ് ജാതിയേരി. തെറ്റായ നിലപാടുകളിൽ പ്രതിഷേധിച്ചാണ് പാർട്ടി വിട്ടതെന്ന് ഇവർ പറഞ്ഞു. വളയം കളരിമുക്കിൽ ചേർന്ന LDF സ്വീകരണ പൊതുയോഗം CPIM ജില്ലാ സെക്രട്ടറി P മോഹനൻ ഉദ്ഘാടനം ചെയ്തു. CPIMുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചവർക്ക് P മോഹനൻ പതാക കൈമാറി.